എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിത് ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം വെറുതെ ഇവിടെ ഒട്ടകത്തലമേട് വ്യൂ പോയിന്റ് വരെ ഒന്ന് വന്നതാണ്. ഇവിടെ അപ്പോൾ എന്തായാലും ഇത്ര നല്ലൊരു വ്യൂ പോയിന്റ്. അപ്പം ഗസ്റ്റൊക്കെ വന്ന് കൃഷ്ണയും കൊണ്ടുള്ള വണ്ടിയൊക്കെ വന്ന് അവരെല്ലാം കാണില്ലതാണ്. അവരെല്ലാം ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരുന്നപ്പം ഞാനും സജിനുണ്ട്, എൻ്റെ പെങ്ങടെ മോൻ, അവനും പിന്നെ കിട്ടുവും കൂടെ, ഞങ്ങൾ മൂന്നുപേരും കൂടെ ബുള്ളറ്റിൽ ഇങ്ങ് പോകുന്നതാണ്. ഇവിടെ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. അത് കാണിച്ചാടാ, അവിടെ നല്ല കളർഫുള്ളായിട്ടാണ് കിടക്കുന്നത് എല്ലായിടത്തും. കാരണം ഇപ്പോൾ ലൈറ്റൊക്കെ നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. ഫുള്ള് ആകാശമൊക്കെ അടിപൊളി വ്യൂ ആണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സമയമാണ്. നമ്മുടെ നാട്ടിൽ ആകെപ്പാടെ ഉള്ളത് ഒരു തേക്കടി എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ. അറിയാത്ത ഒത്തിരി പേരുണ്ട് ഇങ്ങനെ. ഒട്ടകത്തലമേട്, അതുപോലെ ഇതിവിടെ തന്നെ ഒട്ടകത്തലമേട്, ഇത് വ്യൂ പോയിന്റ്, ഇത് കുരിശുമലയാണ് ഒട്ടകത്തലമേട്. അപ്പോൾ ഒട്ടകത്തല കുരിശുമല എന്ന് പറഞ്ഞാൽ നമ്മുടെ അട്ടപ്പള്ളം പള്ളിയുടെ കുരിശുമലയാണ്, കുരിശാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഹെലിപ്പാഡുണ്ട്. പണ്ട് നേരത്തെ ബോബി ചെമ്മണ്ണൂർ വന്ന് ഹെലിപ്പാഡൊക്കെ സ്ഥാപിച്ചു. അവിടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അങ്ങോട്ട് ഞാനിപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം വരാൻ പറ്റുന്നവരൊക്കെ വരിക, എൻജോയ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ തേക്കടി മാത്രം പോയി ബോട്ടിങ് മാത്രം പോകാതെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ലോക്കലി അന്വേഷിച്ച് അങ്ങനെയുള്ള ഈ വ്യൂ പോയിന്റുകളും അങ്ങനെയുള്ള സൈറ്റ് സീനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക ആൾക്കാരെല്ലാം. ആകാശം കണ്ടത് അത് കിട്ടും. വണ്ടി പോകില്ല, ഇവിടെ അല്ലേ നിർത്തട്ടെ? നിൽക്കടാക്ക്. ഓക്കെ, സെൻട്രൽ ഇട്ടാൽ മതിയല്ലോ. ഇതാണ് ഒട്ടകത്തലമേട് വാച്ച് ടവർ. കുറേ ഗസ്റ്റുകളൊക്കെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. പോട്ടെ പോട്ടെ, വീഴാതെ കയറി കയറിക്കും. എവിടെയാ കിട്ടാപ്പി? അങ്ങനെ ഞങ്ങൾ ഇത് നമ്മുടെ വാച്ച് ടവറിൻ്റെ മേളിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. നോക്കാം, കാറ്റടിച്ചിട്ടുണ്ടല്ലോ, നല്ല സുഖം. ചെറിയ വെയിലുണ്ടെങ്കിലും നല്ലൊരു സുഖമാണ്. ദേ കിട്ടാപ്പിക്ക് ഇവിടെ പേടിച്ച് നിൽക്കുക. കിട്ടാപ്പിക്ക് ഇറങ്ങി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക. നന്നടാ, വന്നേ, പിടിക്കാതെ വന്നേ, വേണ്ട. മൊത്തത്തിൽ നിങ്ങളൊരു 360 വ്യൂ കാണിക്കാം നമ്മുടെ ഈ വാച്ച് ടവറെ നിന്നിട്ട് ഉള്ള. ഇത് കണ്ടോ? നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുള്ള പോലെ, പണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് പിന്നെ ദുബായിലെ ഒരു ബുർജ് ഖലീഫ കാണിച്ചിട്ട് പറയും, ഹബീബി കം ടു ദുബായ് എന്ന് പറയുന്ന പോലെ. അതൊന്നുമല്ല, നമ്മുടെ ഈ നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദുബായ് ഒക്കെ. അതായത് അതുപോലെ മെയിൻ്റെനൻസ് നമ്മുടെ ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ഥലങ്ങൾ വേറെ കാണത്തില്ല കേരളത്തിലുള്ള പോലെ. അപ്പോൾ ഹബീബി കം ടു തേക്കടി. അപ്പോൾ പിടിക്കാതെ ഇറങ്ങിക്കോടാ, ചേട്ടായി പിടിച്ചോളൂടാ. നിന്നോട് ആരാ വലിഞ്ഞേറി വരാൻ പറഞ്ഞു? അപ്പൊ പറഞ്ഞല്ലേ പോയിട്ട് വരാന്ന്. ദേ എടാ, വീഴത്തില്ലടാ, ചേട്ടായി പിടിച്ചിട്ടില്ലേ?
ആ കിട്ട വിജയ് ഇവിടെ ആയിരുന്നു ഹെലിപ്പാഡ്. അപ്പം അതെല്ലാം പൊളിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. പൊളിച്ച് കളഞ്ഞിപ്പം വെറുതെ കിടക്കുക. ഒരു കണ്ടോ, നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. നല്ല കാറ്റാണ്. ഈ പറഞ്ഞ പോലെ തന്നെ താഴെ കുരിശുമലയുടെ അവിടുത്തെ വ്യൂ പോയിൻ്റ്, ഇവിടെ ഹെലിപ്പാഡെന്ന് പേരുണ്ടായിരുന്ന, ഇപ്പോൾ ഇത് ശരിക്കും ഒട്ടകത്തലമേട് വ്യൂ പോയിൻ്റ് ഇതാണ് പേര് പറയുന്നത്. ശരിക്കും രാവിലെ ഇവിടെ പറഞ്ഞു ഒരു 6-7 മണിയൊക്കെ. ഞങ്ങൾ നേരത്തെ രാവിലെ നടന്നു വരുമായിരുന്നു ഇവിടെ. അപ്പം ഒരു 2 വർഷം മുന്നേയൊക്കെ ഈ സ്ഥിരമായിട്ട് നടന്നു വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കോടമഞ്ഞിറങ്ങിയിട്ട് നമുക്കിത് ഈ കാണുന്നൊന്നും കാണാൻ പറ്റത്തില്ല. അതുപോലെ ഇതുണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫുള്ളും വെള്ളയായിരിക്കും. കോടമഞ്ഞ് കയറിയിട്ട് ഫുള്ള് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുപോലെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ ഫ്രഷ് മൈൻഡ് വരുന്ന അന്നേരമാണ്. നമ്മൾ ഈ പണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നാൽ നല്ല എന്താ ബുദ്ധി തലച്ചോറ് പ്രവർത്തിക്കുമെന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്. എന്ന് വെച്ചാൽ നല്ല മെമ്മറിയൊക്കെ ഒരു റിഫ്രഷ് ആവും. നല്ലൊരു സുഖമാണ്. വരാൻ പറ്റുന്നവരൊക്കെ വരിക, ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ചാർലി എന്ന് പറഞ്ഞ പടത്തിൽ പറയുന്ന പോലെ ഇതൊക്കെ കാണാതെ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് കാണിക്കാനാന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ പഠിക്കൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക്, ദൂര സ്ഥലങ്ങളിലേക്ക് പോവുക. ഇതൊക്കെ വന്ന് കണ്ട് മനസ്സോടെ വന്ന് ആസ്വദിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സുഖമാണ് ഇതൊക്കെ. അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ കിടക്കുന്നതല്ല, അയ്യോ ഇതെന്തോ കാണാനാന്നും പറഞ്ഞിട്ട് നമ്മൾ പോകും, ദൂര സ്ഥലങ്ങളിലേക്ക് തപ്പിപ്പോവും നല്ല സൈറ്റ് സീൻ കാണാൻ. ഞാൻ 100% ഉറപ്പിൽ പറയാം, ഇതിലും നല്ലൊരു സൈറ്റ് സീൻ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും കാണാൻ പറ്റത്തില്ല. ഇതിനെ വെല്ലുന്നതെന്ന് പറയാം. ഏകദേശം ഈ പറയുന്ന രീതിയിലുള്ള സൈറ്റ് സീനൊക്കെ കാണത്തുള്ളൂ. അപ്പം നമ്മുടെ നാടൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരികൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇതുകൊണ്ട് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ എത്രയോ സ്ഥലങ്ങൾ കാണും നമ്മുടെ നാട്ടിൽ. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. വൃത്തിയായിട്ട് നല്ല രീതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട് തന്നെയല്ലേ ഗുണം. അത്രയും വരുമാനം നമ്മുടെ നാട്ടിലേക്ക് എത്തും. ഇതൊക്കെ നമ്മൾ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഞങ്ങളിവിടുന്ന് പോവാണ്. സമയം ഇപ്പം 5:10 എന്നിട്ടും കണ്ടോ സൺലൈറ്റ് കണ്ടോ, നല്ല സൂര്യൻ അസ്തമിക്കാനുള്ള പുറപ്പാടിലാണ്. കിട്ടുവും കരച്ചത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോയേക്കുവാണ്. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിക്കുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. അതുപോലെ ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇടാം. നമ്മുടെ നാട്ടിൽ കാണാത്തവരുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ നടക്കുന്നവരോ കാണും ഇതുപോലുള്ള സ്ഥലങ്ങൾ തപ്പി വരുന്നത് നല്ലൊരു ആംബിയൻസിന് വേണ്ടി. കള്ളും കഞ്ചാവിനൊന്നും വരാതെ നല്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.